റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കി നഴ്സിംഗ് കോളേജിൽ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല സമരം. വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് സമരം ചെയ്യുക. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ക്ലാസുകൾ ആരംഭിച്ച് 2 വർഷം പിന്നിട്ടിട്ടും ഹോസ്റ്റൽ, ലാബുകൾ, ക്ലാസ് മുറികൾ ഉൾപ്പെടെ ഒരുക്കിയില്ലെന്നാണ് ആക്ഷേപം. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഇതിനെ ഒരു നഴ്സിംഗ് കോളേജിന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് രക്ഷിതാക്കളും കുട്ടികളും ചോദിക്കുന്നൊരു ചോദ്യം. ലാബില്ല, ഹോസ്റ്റലില്ല, വേണ്ടത്ര പഠന സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. ആരായാലും സമരം ചെയ്തു പോകും. അപ്പോൾ സമരം എപ്പം മുതൽ തുടങ്ങും? ഡോക്ടർ അരുൺ, ഈ വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് പോകുമെന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടും കാര്യമായ നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാതെ വന്നതോടെയാണ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺ, ഇപ്പോൾ 120 വിദ്യാർത്ഥികളാണ് ഈ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നത്. 2023-24 അധ്യയന വർഷമായിരുന്നു ക്ലാസുകൾ ആരംഭിച്ചത്. അന്ന് പറഞ്ഞ ഉറപ്പ് ഉടൻ തന്നെ ഈ ക്ലാസുകളും ലാബുകളൊക്കെ അനുവദിക്കാം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ വർഷം 2 കഴിഞ്ഞു. ഇപ്പോൾ 3ാമത്തെ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾ വരാൻ പോവുകയാണ്. ഇനി ഒരു 60 കുട്ടികൾ കൂടി വരുമ്പോൾ അവർ എന്ത് ചെയ്യണമെന്നും അറിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് മാതാപിതാക്കളും ഈ വിദ്യാർത്ഥികളും സമരത്തിലേക്ക് പോകാൻ പോകുന്നത്. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ക്യാമ്പസിനുള്ളിലാണ് സമരം ചെയ്യുന്നത്. അത് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ പേരിനൊരു നഴ്സിംഗ് കോളേജ് എന്നതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. പല വിദ്യാർത്ഥികളും പല ജില്ലകളിൽ നിന്നും കുറേയധികം പ്രതീക്ഷകളുമായാണ് ഇടുക്കിയിലേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് സാഹചര്യം മാറിയത് അവർ തിരിച്ചറിയുന്നത്. വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് തങ്ങൾ പെട്ടുപോയി എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ മറ്റൊരു സ്ഥലത്ത് പഠിക്കാൻ പോകാൻ സാധിക്കില്ല. ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു, അങ്ങനെ അധ്യയനം ആരംഭിച്ചു. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്താണെങ്കിലും സമരം ചെയ്താണെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അരുൺ, ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനെ നഴ്സിംഗ് കോളേജ് എന്നൊക്കെ ആരെങ്കിലും വിളിക്കൂ എന്നുള്ളതാണ് ചോദ്യം. ഒരു സൗകര്യവും ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു കോളേജ് തുടങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും